ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ അവറുകളെ, HOD-മാരെ, പ്രിയപ്പെട്ട ഡിഗ്രി പഠനം പൂർത്തിയാക്കി ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ആദരണീയരായ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ അവസരമല്ല ഇത് എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ട കുട്ടികളായ നിങ്ങളെ പഠനത്തിൻ്റെ സാധാരണ നമ്മളെ ക്രമമനുസരിച്ചുള്ള SLC പഠനം, +2 പഠനം, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിരിക്കുകയാണിത്. ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കേണ്ടതല്ല എന്ന് എന്നേക്കാളും നിങ്ങൾക്കറിയാം. ഡിഗ്രി കഴിഞ്ഞാൽ തുടർന്നുള്ള പഠനവും പ്രവർത്തനവും ശ്രദ്ധിക്കേണ്ടവരാണ് പ്രിയപ്പെട്ട കുട്ടികളായ നിങ്ങൾക്ക് ലഭിച്ച ഈ മഹത്തായ വിജ്ഞാനം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും ഉപകാരപ്പെടുന്ന വിധത്തിൽ പ്രയോഗവൽക്കരിക്കുവാനും പ്രിയപ്പെട്ട കുട്ടികളായ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. പഠനം ജീവിതത്തിൻ്റെ ഭാഗമായി എന്നും തുടരേണ്ട സംഗതിയാണ്. പഠിക്കാനുള്ള ഒരു പ്രേരണയും ഒരു ക്രമവുമാണ് ഇപ്പോൾ നിങ്ങൾ നേടിയിട്ടുള്ളത്. തുടർന്നും പഠനത്തിൽ നിങ്ങൾ നിരതരാവുകയും അർപ്പണബോധത്തോടുകൂടി കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തും പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാവുകയും വേണം. നമ്മുടെ രാജ്യത്ത് പല സാഹചര്യങ്ങളും നോക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ ബഹളവും സംഘർഷവും ഉണ്ടാക്കുന്ന വേദനാജനകമായ സാഹചര്യങ്ങളാണ് ഇന്ന് നാം നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിലപാടുകളിൽ നിന്ന് പൂർണ്ണമായും വിദ്യാർത്ഥികളും സമൂഹവും മാറി നിൽക്കേണ്ടതുണ്ട്. താനൊരു വാക്ക് പറയുമ്പോൾ അതെന്തിനു വേണ്ടിയാണ് പറയുന്നത്, താനൊരു പ്രവൃത്തി നിർവഹിക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന പരിണിത ഫലത്തെപ്പറ്റി ആലോചിക്കാതെ പ്രിയപ്പെട്ട കുട്ടികളായ നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്, ഒരിക്കലും പ്രവർത്തിക്കരുത്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ മഹത്തായ മാതൃരാജ്യത്തിനും ഗുണകരമായി തീരുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. നാം ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. ആ മതേതര രാജ്യത്തിൻ്റെ മതേതര നിലപാടുകൾ ഏറ്റവും കരുതലോടുകൂടി സംരക്ഷിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആദരണീയരായ ഭരണാധികാരികൾ ഈ രാജ്യത്തിൻ്റെ ശരിയായ നിലപാട് രാജ്യത്തിൻ്റെ ഭരണകൂടങ്ങൾ ഗൗരവത്തോടെ കണക്കിലെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ രാജ്യത്തെ പൗരന്മാരെന്ന നിലക്ക് സഹോദരന്മാരായ ഈ രാജ്യത്തെ പൗരന്മാരിൽ സാഹോദര്യവും നന്മയും നിലനിൽക്കുകയുള്ളൂ എന്ന ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും വേണം. ഇന്ത്യ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ്. ഓരോ മനുഷ്യനും അവരവരഭിലഷിക്കുന്ന വിശ്വാസവും സംസ്കാരവും സ്വീകരിക്കുവാനും പ്രവർത്തിക്കുവാനും ഭരണഘടന നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അതേ അവസരത്തിൽ ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾ ഭരണാധികാരികൾ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ നിലപാടിൻ്റെ സ്പിരിറ്റ് കളങ്കപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടുകൾ ഒരിക്കലും രാജ്യത്തൊരു മേഖലയിലും ഉണ്ടാകാൻ പാടില്ല എന്ന ഗൗരവബോധം നമ്മുടെ ഭരണാധികാരികൾക്കും ജനപ്രതിനിധികൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവനവൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കാവുന്നതുമാണ്. ഭരണകൂടത്തിൻ്റെ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഓരോ പൗരൻ്റെയും വിയർപ്പാണ് ഭരണകൂടത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഊർജം എന്ന് നമുക്കറിയാൻ കഴിയും, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1,00,000 രൂപ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ 35-40%
രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലായി വിവിധ അക്കൗണ്ടുകളിലായി രാജ്യത്തിൻ്റെ ഖജനാവിൽ എത്തിച്ചേരുന്നുണ്ട്. അത് മുഖേനയാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുന്നത്. ആ പൗരനോടുള്ള ധർമ്മം ഭരണകൂടങ്ങളും നിർവഹിക്കണം, അത് വിസ്മരിച്ചു പോകരുത്. അനാവശ്യമായ സമരങ്ങളും ബഹളങ്ങളും സംഘർഷങ്ങളും രാജ്യത്തൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ പ്രിയപ്പെട്ട കുട്ടികളായ നിങ്ങൾ, പഠനം പൂർത്തിയാക്കിയ പ്രിയപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കണം. കൂരിരുട്ടിലാണെങ്കിൽ പോലും ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അതിൻ്റെ വെളിച്ചം കിട്ടുക തന്നെ ചെയ്യും. ഞാനിപ്പോൾ എന്തിനാണ് ഇതിനൊക്കെ ശ്രദ്ധിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അതിൻ്റെ വെളിച്ചം ഏത് കൂരിരുട്ടിലും ശക്തമായി കാണും. നിങ്ങളുടെ കുടുംബത്തിലും നമ്മുടെ രാജ്യത്തും സമൂഹത്തിലും ആ വെളിച്ചം നൽകുന്ന പ്രതിഭാശാലികളായ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളായ നിങ്ങൾ മാറണമെന്നും ഒരിക്കലും സമയം നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ സമയമാണ്. ആ സമയത്ത് ദുരുപയോഗം ചെയ്യാതെ അർപ്പണബോധത്തോടുകൂടി സ്ഥിരോത്സാഹത്തോടുകൂടി കുടുംബത്തിലും സമൂഹത്തിലും പ്രവർത്തിക്കണമെന്ന് പ്രിയപ്പെട്ട ബിരുദധാരികളായ നിങ്ങളെ സ്നേഹപൂർവ്വം ഉണർത്തിക്കൊണ്ടും നിങ്ങളുടെ ഭാവി ശോഭനമായി തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.